Tenses Academy, an institute for your future. Hi viewers, welcome back to another video of Tenses Academy. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ലിസണിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ലിസണിങ്ങിന് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ലിസണിങ്ങിൻ്റെ പാർട്ട് എയിലാണ്. അപ്പോൾ ഇതൊരു 3 റൂൾസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 3 റൂൾസ് എന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം ചെക്ക് ഫോർ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഏത് പ്രൊഫഷണലിനോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലേ, ഡെർമറ്റോളജിസ്റ്റ്, റുമറ്റോളജിസ്റ്റ്. അപ്പം ഏത് പ്രൊഫഷണൽസിലോണാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്ത് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ നെക്സ്റ്റ് വൺ എന്താണ്, നമ്മുടെ പേഷ്യൻ്റ് ഏത് വോയിസ് ആണ്, മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ. സോ ആ ഒരു കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വൺ എന്തായിരുന്നു, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കീ പോയിന്റ്സുകൾ വന്നിട്ടുണ്ടാകും. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ലൈക്ക് സിംറ്റംസിനെ കുറിച്ചാണോ ജോബിനെ കുറിച്ചാണോ. സോ ഏത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കേണ്ടത്. സോ ഇനി സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു, ആൻറ്റിസിപ്പേറ്റ് ദ ആൻസർ ബൈ യൂസിങ് മെഡിക്കൽ നോളജ് ആൻഡ് ഗ്രാമാറ്റിക് റൂള്. സോ ഇപ്പോൾ ഇവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലാണ് ആൻറ്റിസിപ്പേഷനെ കൊണ്ടുവരുന്നത്. ഒന്ന് നമ്മുടെ മെഡിക്കൽ നോളജ് ഉപയോഗിച്ച്, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗ്രാമാറ്റിക് റൂൾ ഉപയോഗിച്ചിട്ട്. ഉദാഹരണത്തിന് നമുക്ക് എങ്ങനെയാണ് അതിനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, തേർഡ് വൺ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, ലിസൺ, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫെമിലിയർ വിത്ത് ദി സിഗ്നലിംഗ് വേർഡ്സ്. സോ ഏതൊക്കെ സിഗ്നലിംഗ് വേർഡ്സ് ആണ് നമ്മുടെ സ്പീക്കർ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫെമിലിയർ ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കെയർഫുള്ളി അത് ലിസൺ ചെയ്യണം. സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സിംറ്റംസ് എന്ന് തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അവിടെ സംസാരിക്കുന്ന എന്തിനെക്കുറിച്ചായിരിക്കും, നമ്മുടെ പേഷ്യൻ്റ് അല്ലെങ്കിൽ സ്പീക്കർ സംസാരിക്കാൻ സാധ്യതയുള്ളത് റിലേറ്റഡ് ടു സിംറ്റംസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഹിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടയേർഡ്നെസ്, സെക്കൻഡ് വൺ പേഴ്സിസ്റ്റൻറ്റ്, അത് കഴിഞ്ഞ് നമുക്കൊരു ഗ്യാപ്പാണ് കഫ്, തേർഡ് വൺ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. സോ ഇതിൻ്റെ ഇടയിൽ പേഴ്സിസ്റ്റൻറ്റിനും കഫിനും ഇടയിലും വരുന്ന വേർഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സിസ്റ്റൻ്റ് എന്നുള്ളത് ഒരു ഫോർമൽ വേർഡാണ് അല്ലേ. സോ ഓൾവേസ് സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ വേർഡായിരിക്കും. അതിനെയാണ് നമ്മൾ സിഗ്നലിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. അപ്പോൾ പേഴ്സിസ്റ്റൻസിന് ഏതൊക്കെ സിഗ്നലിംഗ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമൽ വേർഡുകൾ ഏതൊക്കെയായിരിക്കാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ലാസ്റ്റിംഗ്, നോൺ സ്റ്റോപ്പ്, ഓൺ ഗോയിങ്, കോൺസ്റ്റൻറ്റ്, കണ്ടിന്യൂസ്. സോ ഇതൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് ഈ പെർസിസ്റ്റൻറ്റിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമൽ വേർഡുകളാണ് അല്ലേ. സോ തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്ക് അത് തിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രാക്ടീസ് സെക്ഷനിൽ തന്നെ നമ്മളത് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ലിസൺ ചെയ്യണം, നമ്മൾ അതുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം അല്ലേ. സോ നെക്സ്റ്റ് വൺ എന്താണ്, കഫ് എന്നുള്ളതാണ് അടുത്ത ഹിൻറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇത് രണ്ടിൻ്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ കഫിനെ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ക്യാരക്ടറൈസ് ചെയ്തിരിക്കുകയാണ്. അതായത് അതിൻ്റെ വിശേഷണം, ഇറ്റ് ക്യാൻ ബി ഡ്രൈ കഫ്, ബാർക്കി, പ്രൊഡക്റ്റീവ് അല്ലേ. സോ അപ്പോൾ അതിൻ്റെ വിശേഷണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതായത് നമ്മുടെ കഫിൻ്റെ ക്യാരക്ടറൈസേഷനെയാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡ്രൈ കഫ് ഉണ്ട്, ബാർക്കി കഫ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് കഫ് ഉണ്ട്. സോ വിൽ സി നമ്മുടെ സ്പീക്കർ എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് റിലേറ്റഡ് ടു കഫ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് ഗോട്ട് ദിസ് കഫ് അല്ലേ, ഇറ്റ് ഈസ് ദർ ഓൾ ദ ടൈം. സോ പേഴ്സിസ്റ്റൻ്റ് എന്നുള്ളതിനെ അവർ എന്ത് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ഫോർമൽ തന്ന വേർഡിനെ ഇൻഫോർമലായിട്ട് നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ഓൾ ദ ടൈം എന്നുള്ളതാണ്. ഇനി ആൻഡ് ഫീൽസ് ഡ്രൈ. സോ നമുക്ക് ആ കഫിൻ്റെ വിശേഷണവും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡ്രൈ എന്നുള്ളത് അല്ലേ. ഐ മീൻ ഐ എം നോട്ട് കഫിങ് അ ഫ്ലം. സോ പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളത് ഹിൻറ്റ് നമുക്ക് തന്നിരിക്കുന്നു. ബ്ലഡ് ഇല്ല എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫീൽസ് ഡ്രൈ. സോ നമുക്ക് അവിടെ ആപ്റ്റായിട്ട് വരുന്നത് ഡ്രൈ ആണ്, അഡ്ജക്റ്റീവാണ്, കഫിൻ്റെ വിശേഷണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം 2 ഹിൻറ്റ് വേർഡുകളാണ്. 2 ഹിൻറ്റ് വേർഡുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലിസണിങ്ങിൻ്റെ പാർട്ടിയെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൺ മോർ തിങ് നമുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം അല്ലേ. സോ ഇവിടെ നമുക്ക് സെക്കൻഡ് എക്സാമ്പിളിൽ സിംറ്റംസ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് വെയിറ്റ് ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം വെയിറ്റ് ലോസിനെ ഡിസ്ക്രൈബ് ഡാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് തന്ന് ഇൻ നേച്ചർ. എഗെയിൻ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഒരു ക്യാരക്ടറിനെയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് ഡെഫിനറ്റ്ലി അതൊരു അഡ്ജക്റ്റീവ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്, വെയിറ്റ് ലോസ് എങ്ങനെയൊക്കെ നമുക്ക് വരാം, ഇറ്റ് ക്യാൻ ബി സ്പീഡി ഓർ ഗ്രാജുവൽ റൈറ്റ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. സോ ഇവിടെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് റിലേറ്റഡ് ടു വെയിറ്റ് ലോസ് പറയുന്നത് ആൻഡ് ഐ ഹാവ് ലോസ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് വെയിറ്റ് ടു, ഐ മീൻ ഐ ഡിഡ് നോട്ട് നോട്ടീസ് അറ്റ് ദ ഫസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഗ്രാജുവൽ. സോ ആ വെയിറ്റ് ലോസിൻ്റെ വിശേഷണത്തെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രാജുവൽ എന്നാണ് അല്ലേ. സോ
നമുക്ക് സം മോർ എക്സസൈസിലേക്ക് കിടക്കാം. സോ ഒന്ന് തിങ്ക് ചെയ്യുക, നമ്മൾ എന്നോടൊപ്പം തന്നെ നിങ്ങളും ഒന്ന് തിങ്ക് ചെയ്യുക. സോ ഇവിടെ സിംറ്റംസ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. സോ ഫിംഗർ ടിപ്സ് അപ്പിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പിയർ നമുക്കൊരു എന്ത് വേർഡാണ്, നമുക്ക് ഫോർമൽ വേർഡാണ്. സോ അപ്പോൾ അതിനെ ഇൻഫോർമൽ ആക്കുവാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ തിങ്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഫിംഗർ ടിപ്സ് അപ്പിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന അവിടെ എന്തായിരിക്കാം, അതിൻ്റെ ഒരു വിശേഷണമാണ്. സോ ഇറ്റ് ക്യാൻ ബി അഡ്ജക്റ്റീവ് ആയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് വൺ നമുക്കത് തന്നെയാണ്, നെയിൽസ് ഫീൽസ് റിലേറ്റീവ്ലി. സോ നെയിൽസിൻ്റെ ഒരു റിലേറ്റീവ്, അതായത് നമുക്ക് റിലേറ്റീവ്ലി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഫീൽസ് റിലേറ്റീവ്ലി, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത് നമുക്കൊരു അഡ്ജക്റ്റീവ്, ഒരു വിശേഷണമായിട്ടാണ് നമുക്കവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് മൈ ഫിംഗേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഹിൻഡ് തന്നു, ദ ടിപ്സ് ലുക്ക്. അപ്പോൾ അപ്പിയറിനെ നമുക്ക് സിഗ്നലിംഗ് വേർഡായിട്ട് തന്നിരിക്കുന്നത് ലുക്ക് എന്നുള്ള ഒരു ഇൻഫോർമൽ വേർഡാണ്. സ്വെല്ലൺ എന്നുള്ള അഡ്ജക്റ്റീവ് നമുക്കവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ വിശേഷണത്തെയാണ് നമുക്കവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് വൺ നെയിൽസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയുന്നത് എന്താണ്, ആൻഡ് മൈ നെയിൽസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ദേ ഹാവ് ബിക്കം സോഫ്റ്റ്. സോ അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിനെ ഹാർഡ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. സോ ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വരാം. സോ ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് എന്നാണ്. സോ ഐ തിങ്ക് നൗ യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഇറ്റ്സ് അഡ്ജക്റ്റീവ് ആൻഡ് ഹൗ യു വാണ്ട് ടു ആൻറ്റിസിപ്പേറ്റ് അവർ ആൻസർ, റൈറ്റ്? ഓക്കെ, സോ ഇവിടെ ആണെങ്കിൽ സം മോർ തിങ്സ്, നമുക്ക് അനദർ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. സോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ പ്രീവിയസ്ലി എംപ്ലോയ്ഡ് ആസ് എന്ന് തന്നിട്ടുണ്ട്, നൗ എംപ്ലോയ്ഡ് ആസ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, പ്രീവിയസ്ലി എംപ്ലോയ്ഡ് ആസ് എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നൗ എംപ്ലോയ്ഡ് ആസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഫോർമൽ വേർഡാണ്. സോ അപ്പോൾ ഇതിൻ്റെ സിഗ്നലിംഗ് വേർഡ്, അതായത് ഇൻഫോർമൽ വേർഡിനെയാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇറ്റ് ക്യാൻ ബി എ വർക്ക് ഓർ ജോബ്. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ സ്പീക്കർ നമ്മളോട് സംസാരിക്കാൻ സാധ്യതയുള്ള റീഫ്രൈസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമൽ വേർഡുകൾ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി രണ്ടെണ്ണത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ഡിഫറൻസ് എന്താണ്, ഒന്ന് പ്രീവിയസ്ലി, മറ്റൊന്ന് നൗ എന്നുള്ളതാണ്. അപ്പം പ്രീവിയസ് എന്നുള്ളത് നമുക്ക് ഏത് രീതിയിലായിരിക്കും കൊണ്ടുവരിക, പാസ്റ്റ് എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും. നൗ എന്നുള്ളത് പ്രസൻറ്റ് ഐഡിയയിലായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു നൗണാണ്. നമുക്ക് എ എന്ന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് സിംഗുലർ നൗണാണ് നമുക്ക് വരേണ്ടത്. ഒരു ജോബ് നെയിമാണ് നമുക്കവിടെ വരേണ്ടത്. പാസ്റ്റിലെയും പ്രസൻറ്റിലെയുമാണ് നമുക്കവിടെ വരേണ്ടത്. സോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെന്ന്. സോ നമുക്ക് റിലേറ്റഡ് ടു വർക്ക്, ഐ വാസ് വർക്ക് ആസ് എ ഫാം ലേബർ. സോ പാസ്റ്റിൽ നമുക്ക് കൊണ്ടുവന്നു ഫാം ലേബർ ആയിരുന്നു എന്നുള്ളൊരു കാര്യത്തെ. ഓക്കെ, അപ്പോൾ എംപ്ലോയ്ഡ്, ജോബ് എന്നുള്ളൊരു കാര്യത്തെ വർക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പ്രീവിയസ്ലി എന്നുള്ളൊരു കാര്യത്തെ പാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്തു. ഓക്കെ, സോ ഇനി നൗ ഇപ്പോഴത്തെ കാര്യമാണെങ്കിലോ, സോ നമ്മളോട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താ പറയുന്നത്, സോ ദിസ് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്, ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഐ ഹാവ് ബീൻ, സോ പ്രസൻറ്റ്, ഫ്രം ദ പാസ്റ്റ് ടു ദ പ്രസൻറ്റ്, നൗ ഐ ആം വർക്കിംഗ് ആസ് എ സെക്യൂരിറ്റി ഗാർഡ്. സോ അപ്പോൾ അവിടെ നമുക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് നൗ എന്നുള്ളൊരു ഐഡിയ നമുക്കവിടെ കൊണ്ടുവന്നു. സോ ഈ രീതിയിൽ നമ്മളെപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അത്തരം രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്വിക്ക് തിങ്കിങ്, നിങ്ങൾക്ക് കിട്ടുന്ന ആ സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ആൻസറിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ സം മോർ തിങ്സ് ഫോർ അവർ പ്രാക്ടീസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, നമുക്ക് ഗ്യാപ് ഫില്ലിംഗ് ആണ്. അതിനുശേഷം ഗേവ് പേഷ്യൻ റെമിപ്രിൽ ലാസ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹൂ ക്യാൻ ഗീവ് റെമിപ്രിൽ, ആർക്കൊക്കെയാണ് പേഷ്യൻറ്റിന് റെമിപ്രിൽ കൊടുക്കാൻ സാധിക്കുന്നത്? സോ ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്, നമുക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനാണ് അത് സാധിക്കുന്നത്. സോ നമുക്ക് അവിടെ ഒരു നൗൺ ആണ് നമുക്ക് വരേണ്ടത്, കാരണം ഗേവ് എന്നുള്ള വേർബാണ് നമുക്കവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അപ്പം ആ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുക. സോ സെക്കൻഡ് വൺ ഫീലിംഗ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ക്യാരക്ടറൈസ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ക്യാൻ ബി ആൻ അഡ്ജക്റ്റീവ്, അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ആണ്. സോ എന്തായിട്ട് വരാം, അവിടെ ഒരു സിംറ്റം ആയിട്ട് വരാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഗസ് ചെയ്യണം. സോ വൺ മോർ തിങ്, സോ എഗെയിൻ നമുക്ക് ടെസ്റ്റ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാനുള്ളത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ടെസ്റ്റ് നെയിം ആയിരിക്കും അല്ലേ, നൗൺ ആയിരിക്കാം എന്നുള്ള ഗ്രാമാറ്റിക്കൽ നോളജും നമുക്ക് അവിടെയുണ്ട്. ഇനി അനദർ ഫോർത്ത് വൺ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ബി എ മെഡിസിൻ ഓർ ഇറ്റ് ക്യാൻ ബി എ ട്രീറ്റ്മെൻറ്റ്. സോ ഐ തിങ്ക് നൗ യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ഹൗ ടു ക്രാക്ക് ലിസണിങ് പാർട്ട് സി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫോർമൽ വേർഡുകളും അതിനെ എങ്ങനെ ഇൻഫോർമലായിട്ട് അല്ലെങ്കിൽ സിഗ്നലിംഗ് വേർഡുകൾ ഏതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ടു കിക്ക് ഓഫ്, ടു ബിഗിൻ വിത്ത്, ടു സ്റ്റാർട്ട്, ടു കമൻസ്. നെക്സ്റ്റ് വൺ കട്ട് ഡൗൺ, സോ ദാറ്റ് ഈസ് റെഡ്യൂസ്. Next one, problem sleeping, that is keep up at night. Suspected or assumed, I thought maybe, probably, not actually, confirmed. Sensation, that is feeling or experience. Discovered, that is find out. So the next one, continue, that is carry on, go ahead, proceed, hold up, delay, set up, arrange, deal with, manage. So ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ എന്നും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി.
Tenses Academy, an institute for your future.